ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അധികം എണ്ണമയോ ഇല്ലാതെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളറിലുള്ള ചട്നിയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ ചട്നിയാണ് കേട്ടോ ഇതിന് നല്ല കോമ്പിനേഷൻ. ഈ ചട്നി കൂട്ടി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പലഹാരം ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിവിടെ മൈദയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ചെറിയ തേങ്ങയുടെ പീസസാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം തേങ്ങയുടെ ചെറുതായിട്ട് നമ്മൾ പായസത്തിനെല്ലാം വറുക്കാനായിട്ട് അരിയുന്ന പോലെ അരിഞ്ഞിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ പീസാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ 2-3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും കൂടെയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരം മിക്സ് ചെയ്യുന്നത് കുറച്ച് തൈര് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വല്ലാതെ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പകുതി തൈരും പകുതി വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ എന്തോരം പൊടി എടുത്തിട്ടുണ്ടോ അത്രയും അളവിൽ തന്നെ തൈര് എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ തൈര് വല്ലാതെ പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ പകുതി കപ്പ് തൈരും പകുതി വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് തൈര് തന്നെ എടുത്തിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം ബാക്കി തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ അതായത് ശരിക്കും ഇങ്ങനെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം മാവ്. ഇത്രയും കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സെറ്റാവാനായിട്ട് 2 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ അടച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് തേങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 തേങ്ങ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചട്നി ദാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തി കടല അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ആദ്യം ഒന്ന് ചതച്ചിട്ട് വേണം പിന്നെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചട്നി നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെയും ചേർത്തിട്ട് ഒന്ന് കടുക് വറുത്തും കൂടെയും ചേർക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിക്കിരിക്കുന്ന ചട്നിയാണ്, നല്ല ടേസ്റ്റാണ് ഈ ചട്നി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. ഇപ്പോൾ കടുക് വറുത്തും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്നി ഇവിടെ നമുക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ബാറ്റർ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പം ബാറ്റർ ശരിക്കും ഇങ്ങനെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കൈയൊന്ന് നനച്ചെടുക്കണം കേട്ടോ. കൈയൊന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ മാവ് കയ്യിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോകാനായിട്ടാണ് എണ്ണയിലേക്ക് ഇടുമ്പം കൈ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ ഈ എണ്ണ ഫുള്ള് നിറയാൻ പാകത്തിന് ഇതുപോലെ കൈവച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ സോഡാപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ബോൾ എണ്ണയിൽ വീഴുമ്പം കുറച്ച് വലുതായി വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എണ്ണയിൽ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അകമെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ പുറം ഭാഗം ശരിക്കും ഇങ്ങനെ മൊരിഞ്ഞ് കഴിയുന്ന സമയത്ത് വേണം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ അധികം ചൂട് കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗവും എല്ലായിടവും ഒരേപോലെ മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം കേട്ടോ. അത് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മൈദ ആയതിൻ്റെ പേരിൽ അത് പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് വല്ലാതെ മൂത്തിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് അത് തിരിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ചൂട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട്, വൈകുന്നേരം ചായയ്ക്ക് കൂടെ കഴിക്കാനായിട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസിയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിയുന്ന സമയത്ത് നമ്മളിതുപോലെ മാവൊന്ന് ബാറ്ററൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് കേട്ടോ.
അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും. താങ്ക്